ഹായ് ഹലോ വെൽക്കം ടു ഫുഡ് ട്രക്ക് മലബാർ. അപ്പോൾ നമുക്ക് ബേക്കറി സ്റ്റൈൽ ലഡു ഉണ്ടാക്കി നോക്കിയാലോ. ഇതിൻ്റെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ ലഡു നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് കടലമാവ്, 4 ഏലക്കായ് ചതച്ചത്, 1/4 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലഡുവിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ദോശമാവിൻ്റെയൊക്കെ മാവ് പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിന് പൂന്തി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഹോൾസുള്ളൊരു തവയാണ് എടുത്തത്. ചൂടുള്ള എണ്ണയിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മാവ് ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ പൂന്തിയെല്ലാം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൂന്തിയെല്ലാം ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇത് നമുക്ക് ഒന്ന് മിക്സിൻ്റെ ജാറിൽ ബാച്ചാക്കി പൊടിച്ചെടുക്കാം. ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒരു തരിതരിപ്പിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് പഞ്ചസാര, 1/4 കപ്പ് വെള്ളം. ഈ ഫുഡ് കളർ ഓപ്ഷണലാണ്, നമ്മൾ വീട്ടിലൊന്നും തയ്യാറാക്കിയെടുക്കുമ്പോൾ കളറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ RKG നെയ്യ് ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ സിറപ്പ് എത്തിക്കുക. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ബൂന്തി കുറച്ച് കുറച്ചായിട്ട് ഈ സിറപ്പിലേക്ക് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് ഈ പാനിന് വിട്ട് വരുന്ന ഒരു പാകമാകുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഓഫാക്കി കൊടുക്കുക. ചൂട് നല്ലോണം തണിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മളെ ലഡു ഓരോന്നോരോന്നായിട്ട് ബോൾസാക്കി എടുക്കുക. നമ്മൾ ലഡു ബോൾസാക്കി കഴിഞ്ഞിട്ട് അന്നപ്പോൾ തന്നെ കഴിക്കുന്നതിലും നല്ലത് ഒരു 3-4 മണിക്കൂർ നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നതാണ്. അപ്പോഴാണ് കറക്റ്റ് ഇത് പാകമായിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.